ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബിരിയാണി റൈസ്, സവോള അരിഞ്ഞത്, പച്ചമുളക്, കിഴങ്ങ്, നാരങ്ങ, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, കറുവേല, കറുവപ്പട്ട, ജാതിപത്രി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഉപ്പ്, നെയ്യ്, ഫുഡ് കളർ, മല്ലിയില, പുതിനയില. ഇതൊരു സൂപ്പർ സാധനമാണ്. രംബേല എന്നാണ് ഇതിന്റെ പേര്. നല്ല മണം, ടേസ്റ്റ് ഒക്കെയാണ് ഇതിനകത്ത്. റോസ് വാട്ടർ, ടൊമാറ്റോ സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചതാണ് ഇത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങായും, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങായും, സവോളയും. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ചെമ്മീൻ. ഇനി ചെമ്മീൻ ഒന്ന് മസാല ഇട്ട് വെക്കാം. അരി വേവാനുള്ള വെള്ളം റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഈ മസാല കൂട്ടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണ്, എനിക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് കറക്റ്റാണ്. വെള്ളത്തിലിടാൻ മല്ലിയില, പുതിനയില, രംബേല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരിയിടാം. അരി വേഗം വരെ അടച്ചു വെക്കാം. നമുക്ക് അരി വേകുമ്പോഴത്തേക്ക് നമുക്കിരുന്ന് മസാല വെട്ടാം. ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല 3 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇനി സ്വല്പം കുരുമുളക് പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്രേവി ശരിയാക്കാം. സ്റ്റൗ ഒന്ന് ഓണാക്കാം. ചട്ടി ചൂടായി ഇനി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി സവോള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളിന്റെ മിക്സി അതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ആക്കി കൊടുക്കാം. എന്റെ ഇക്കാമൻ ചെമ്മീൻ തിന്നത്തില്ല, അതുകൊണ്ടാണ് കിഴങ്ങ് എടുത്തത്. നമുക്കിതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റാം.
ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ഇട്ടു കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ മസാല കിടന്ന് വെന്തോളും. സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. ഇനി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് മിക്സ് ആക്കി കൊടുക്കാം. തക്കാളി മിക്സിയിൽ അരച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില, പുതിനയില, രമ്പയില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോറിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവോള, മല്ലിയില, പുതിനയില മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത്തിരി കളർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് അടച്ചു വെക്കാം. താവ എടുത്ത് വെച്ചിട്ട് ഇതിന് മേലില് വെക്കണം. അതിന്റെ മേലിലേക്ക് ഭാരം വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി. ഇതിലേക്ക് മാറ്റാം. ഒച്ചത്തി ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. നല്ല സൂപ്പർ മണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ടപ്പ് ചെയ്ത് ഞാൻ ഓൾ എന്ന പ്രശ്നത്തിലേക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.